ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാൻ കേക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ആദ്യമായിട്ട് നമ്മളൊരു ബൗളെടുത്തു. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 2 ഏലക്ക പൊടിച്ചതും 2 മുട്ടയും ഒരു നുള്ളു ഉപ്പും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മളിതിലേക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടി നമ്മളൊരു അരമുറി തേങ്ങ ചിരണ്ടി കുറച്ച് വെള്ളം ചേർത്തിട്ട്, ഒത്തിരി വേണ്ട, നമ്മൾ തിക്കായിട്ടുള്ള പാലാണ് കേട്ടോ ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കുറച്ച് തേങ്ങാപ്പാലും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് പതപ്പിച്ചതിന് ശേഷം നമ്മളിവിടെ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്. ആ മൈദ കുറേശ്ശെ ആയിട്ടാണ് ഇട്ട് കൊടുക്കേണ്ടത്. 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ മൈദ ഇടുക, നന്നായിട്ട് മിക്സ് ചെയ്യുക, അതിന് ശേഷം തേങ്ങാപ്പാൽ ഒഴിക്കുക, പിന്നെയും നമ്മൾ മിക്സ് ചെയ്യുക. അങ്ങനെ ഒരു 3 പ്രാവശ്യമായിട്ടാണ് നമ്മളിപ്പം ഇതിവിടെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. ഇത് നമുക്കൊരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവത്തിലാണ് ഈ മാവും കിട്ടേണ്ടത് കേട്ടോ. ഒത്തിരി ലൂസായി പോകാനും പാടില്ല, കാരണം ഇത് നന്നായിട്ട് നമ്മൾ പരത്തുന്നില്ല. ചെറുതായിട്ടൊന്ന് കോരി ഒഴിച്ചാൽ ഇങ്ങനെ ഒഴുകി പോകാതെ നിൽക്കണം കേട്ടോ. അതുകൊണ്ട് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളൊരു ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ തൂത്ത് കൊടുക്കുന്നത്. ദോശക്കല്ല് ചൂടായി കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വെളിച്ചെണ്ണ തൂത്ത് ഒരു തവി മാവെടുത്തൊഴിച്ച്, ഒത്തിരി പരത്തണ്ട കേട്ടോ, നമ്മൾ കുറച്ചൊന്ന് പരത്തി മൂടി വെച്ചാണ് വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ നമുക്കിങ്ങനെ ചുട്ടെടുക്കാവേ. മൈദ അത്ര ഹെൽത്തി അല്ലാത്ത ഒരു സാധനമായതുകൊണ്ട് നമുക്കിത് സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്നതിൽ നല്ലതല്ല. നമുക്കിത് വല്ലപ്പോഴും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഇത് വളരെ ടേസ്റ്റിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. കുട്ടികൾക്കൊക്കെ ഇത് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. മുട്ടയൊന്നും കഴിക്കാത്തവർക്ക് നമുക്ക് ഇങ്ങനെ ആക്കി കൊടുക്കാവേ. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.